രാവിലെ ഒരു കാര്യം പറഞ്ഞിട്ട് വൈകുന്നേരം അത് മാറ്റി പറയുക എന്നതിനേക്കാൾ വലിയ ഹിപ്പോക്രസി വേറെ ഒന്നും തന്നെ ഇല്ല. രാവിലെ നോറ പറഞ്ഞിരുന്നു ജിൻഡോ ചേട്ടൻ സ്ത്രീവിരുദ്ധനാണ്, ജയിലിൽ പോവാൻ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന്. എന്നിട്ട് വൈകുന്നേരം പറയുന്നു ജിൻഡോ ചേട്ടൻ മികച്ച ഗെയിമറാണ്, ഫിസിക്കൽ ടാസ്കിലൊക്കെ പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. റസ്മിനെ നീ അയാളുടെ പേര് പോലും നോമിനേഷന്റെ സമയത്ത് ഉച്ചരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. ഈ രണ്ട് കോൺവെർസേഷൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്താണ് നോറ പറഞ്ഞതെന്നും നോറയോട് തിരിച്ചെന്താണ് പറഞ്ഞതെന്നും എല്ലാ വീഡിയോകളിലുണ്ട്. അത് നമ്മൾ വേണം കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. പറഞ്ഞ കാര്യം മാറ്റി പറയുന്നത് മാസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ. സിജോ പറയുന്ന പോലെ വേറെ പല ലാംഗ്വേജസിലെയും കണ്ടസ്റ്റന്റ്സിനെ നോക്കി അവരെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. നോറ വന്ന ദിവസം മുതൽ ഇതുപോലെ കുറെ സ്റ്റാൻഡുകൾ ഇറക്കി പിന്നെ അത് മാറ്റി പറഞ്ഞൊക്കെയാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഡബിൾ സ്റ്റാൻഡ് എന്ന് പോലും വിളിക്കാൻ കൊള്ളത്തില്ല. മൾട്ടിപ്പിൾ സ്റ്റാൻഡുകൾ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. സിജോയുടെ കാര്യത്തിൽ തന്നെ സിജോ പോയപ്പം നോറ വേഷം ചീറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണ്. റോക്കിയെ പിന്തുണച്ച് ഭയങ്കരമായി റോക്കിയുടെ വോട്ട് പിടിക്കാൻ നോക്കിയതാണ്. അത് കഴിഞ്ഞ് സിജോ തിരിച്ചു വന്നപ്പോ എന്തൊരു സ്നേഹമായിരുന്നു. ഈ രീതിയിൽ മാറിയും മറിഞ്ഞും നോറ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 60 ദിവസം കഴിഞ്ഞിട്ടും. ജിൻഡോ പറയുന്ന പോലെ ഓരോ ആഴ്ചയും കരച്ചിലിന്റെ ഇമ്പാക്ട് കുറച്ച് ഇപ്പൊ കരച്ചില് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് 1% താഴെയാണ് ഇപ്പൊ നോറയുടെ കരച്ചില്. എന്ത് വന്നാലും കരയാത്ത, റിയാക്ട് ചെയ്യാത്ത ശാന്തമായ ഒരു നോറയാണ് ഇപ്പൊ ഉള്ളത്. സത്യമാണ്, തുടക്കം മുതൽ 60ാമത്തെ ദിവസം വരെ ഒരേപോലെ നിൽക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു ഷോ ആ രീതിയിലുള്ള ഒരു ഷോ ആണ്. ഇപ്പം ജിൻഡോ തന്നെ തുടക്കം മുതൽ ഇപ്പൊ വരെ ജിൻഡോയുടെ ഒരു ഗ്രാഫ് ഇങ്ങനെ മേളിലോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ പ്രേക്ഷകരുടെ ഇമോഷൻസിനെ ജിൻഡോ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ. അല്ലെങ്കിൽ പ്രേക്ഷകർ ഇവരും വിഡ്ഢികളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് വിമർശനം അർഹിക്കുന്നുണ്ട്. മികച്ച ഗെയിമർ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല നോറ. ആവറേജോ അതിലും താഴെ നിൽക്കുന്ന ഒരു ഗെയിമറാണ്. അതിന് കാരണവും പ്രേക്ഷകരെ കൊച്ചാക്കി കാണുന്നതാണ്. ഓഡിയൻസ് ഗെയിം ഒരു തുള്ളി പോലും കളിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ലൈവിൽ ഒരു സ്പോൺസർ ടാസ്ക് നടക്കുവാണ്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.